Okay guys, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് Midnight in Mullankolli എന്നുള്ള മൂവിക്കാണ്. And that's in Vinitha Theatre. Hi guys, welcome to yet another video vlog and me. Alright. So guys, നമുക്ക് ഇന്ന് Midnight in Mullankolli മൂവിന്റെ മ്യൂസിക് ഡയറക്ടർ ജെനീസ് ജോൺ we have it. മൂവി കണ്ടു, അടിപൊളിയാണ്. ലൈക്ക് ഫ്രം യുവർ പെർസ്പെക്റ്റീവ്, ഞാൻ ബിജിഎം ഒക്കെ ഇട്ട് അത് ആൾക്കാർ വന്ന് കണ്ടോട്ടെ. ലെറ്റ് ദം ഹാവ് ദി ആക്ച്വൽ ഫീൽ അല്ലേ എന്ന് പറയുന്നത്. ലൈക്ക് വാട്ട് യു നല്ലൊരു റിവ്യൂസ് വരുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ ഒരു പ്രതീക്ഷയിലാണല്ലോ ചെയ്യുന്നത്, സിനിമയ്ക്ക് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഓണത്തിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതല്ല അതിനിടയ്ക്ക് നമ്മളെ വലിയൊരു ബിഗ് ബജറ്റ് ചിത്രമല്ലേ പോലും ഒത്തിരി റിവ്യൂസ് നന്നായിട്ട് ഇപ്പോൾ തന്നെ ഒരുപാട് കോൾസ് വരുന്നുണ്ട്. എന്നാലും ഒരു സൈക്കോ ത്രില്ലർ ആണെങ്കിൽ അത് എല്ലാം ഫുൾ പാക്ഡ് ആണ്. പാട്ടുണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്. ആക്ച്വലി ഇതില് ഞാൻ വെച്ച് കോമഡി ഉണ്ടാവില്ല, പക്ഷേ ചെറിയ ചെറിയ സംഗതി ഉണ്ട് അവിടെ ഇവിടെ. അത് വന്ന് എക്സ്പീരിയൻസ് ഉണ്ടോ, വന്ന് കണ്ടാല് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് എല്ലാം കൂടെ ഫുൾ പാക്ഡ് സിനിമയാണ്. കാരണം പാട്ടുണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, സർപ്രൈസ് ഉണ്ട്, നല്ല ഫൈറ്റ് ഉണ്ട്. അത് മാത്രമല്ല മ്യൂസിക് ഉണ്ട് ഇതില്. പാട്ടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. അത്യാവശ്യം നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടുന്ന ഇപ്പൊ നമ്മള് ഇപ്പൊ ഓവർ ഹൈപ്പ് വേണ്ട, പക്ഷേ നമുക്ക് വേണ്ടുന്ന സാധനം ഇതിലുണ്ട്. അത്ര മതി. എക്സാക്ട്ലി. എനിവേസ് ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എനിക്കിഷ്ടമായി. നിങ്ങളല്ലേ അത് പറയേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ കൊള്ളായിരുന്നു തോന്നുന്നു. അതെ, ഒരുപാട് കഷ്ടപ്പാടിന്റെ ഫലമാണ്, എഫേർട്ടിന്റെ ഫലമാണ്. അതാണ് അടിപൊളി. ലൈക്ക് നമ്മൾ മൂവി കണ്ടു. ലൈക്ക് ഞാൻ ഇപ്പൊ കണ്ടപ്പോ ലൈക്ക് നല്ല മൂവി കേട്ടോ. ലൈക്ക് ഇഷ്ടമായി. മീൻസ് അന്ന് ഞാൻ ട്രെയിലർ ലോഞ്ചിന് വന്നിരുന്നു. അപ്പം അന്ന് വന്നപ്പം ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയാ, സൈക്കോ ത്രില്ലർ വന്നൊരു ഒരു ഇത് കണ്ടത്. അപ്പൊ ഇന്ന് കണ്ടപ്പോ മനസ്സിലായത് സൈക്കോ ത്രില്ലർ തന്നെയാണത്. ലൈക്ക് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇനി എല്ലാവരും വന്ന് കാണട്ടെ. അതെ, ഞാൻ പറയുന്നത് എല്ലാവരും വന്ന് കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ സിനിമ കാണണം. അതെ, അത്ര തന്നെയാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഹായ്. ഈ ക്യാമറ നേരെ തിരിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനിങ്ങനെ അടുത്ത് വെക്കായിരുന്നു. അറിയാം, നമ്മൾ അന്ന് ട്രെയിലർ ലോഞ്ചിൽ നമ്മളൊരു ട്രെയിലർ ലോഞ്ച്, പക്ഷേ ഇന്ന് ആക്ച്വൽ സിനിമയായി. ലൈക്ക് what do you feel like your first movie endu parayunu? Watching me on big screen was something I always wanted, because അത് ആ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു അതിനോട് ഇഷ്ടമുള്ള ഒരാൾക്ക്, അതായത് സിനിമയോട് ഇഷ്ടമുള്ള ഒരാൾക്ക് അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. Because you're sitting there and watching yourself and on a big screen. Exactly. And there are everybody, my dad, my entire family, there's everybody watching you. So it was amazing. Tension ഉണ്ടായിരുന്നു, but I hope I did my best. ഇനി നിങ്ങളാണ് പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. I hope you will like it. It's worth a watch. അതപ്പോ പറയാനില്ല. ഇപ്പൊ as a ഒരു വ്യൂവറിന്റെ അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ അന്ന് പറഞ്ഞ അപ്പൊ അത് സംഭവം അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ഇനിയിപ്പം ആൾക്കാർ വന്ന് കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. എക്സ്പീരിയൻസ് ആണ്. എന്താണ് നടക്കുന്നത്, ദുരൂഹത നിറഞ്ഞ സ്റ്റോറി. അത് കണ്ടിട്ട് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. കാണുക, കണ്ടിട്ട് പറയാ, സപ്പോർട്ട് ചെയ്യാം. കൂടുതൽ എക്സ്പെക്ടേഷൻസ് ഒന്നും വെച്ച് പോണ്ട. ഇത്രയും ഇത് ഞാൻ വർത്താനം പറയുന്ന കേട്ടിട്ട് നിങ്ങൾ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഒന്നും വെച്ച് പോകരുത്. ജസ്റ്റ് ഗോ വാച്ച് ദ മൂവി, എൻജോയ് ഇറ്റ്, യു വിൽ ലൈക്ക് ഇറ്റ്. എന്തായാലും ഉണ്ട് എക്സ്പെക്ടേഷൻ, എന്തായാലും ഉണ്ട്. ബിക്കോസ് അഖിൽ മാരാർ ഉണ്ട്, തകർത്തുണ്ട്. അപ്പം ഇയാള് മൂവി കണ്ടതല്ലേ? ഹൗ ഡിഡ് യു ഫീൽ? എങ്ങനെയായിരുന്നു എന്റെ പെർഫോമൻസ്? ലൈക്ക് ഞാൻ ആക്ച്വലി കാണുന്ന മേ ബി ഒരു ഡാൻസർ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ലൈക്ക് ആക്ടിംഗ് പെർസ്പെക്റ്റീവ്, ഇറ്റ് ഈസ് ലൈക്ക് എ ബ്രേക്ക് ത്രൂ ഫോർ എ ന്യൂ സംതിങ് യു awaiting അങ്ങനെ പറയാം. സോ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എല്ലാം അടിപൊളി വരട്ടെ. അഗൈൻ more to come. കാണാത്തവർ പോയി പടം കാണുക, എന്നിട്ട് അഭിപ്രായം താഴെ കമന്റ്സ് ബിലോ. സോ ഹായ് സെറീന. ഹായ്. സോ മൂവി കണ്ടു. ലൈക്ക് കണ്ടിട്ട് ലൈക്ക് എന്താ പറയുക വെച്ചാൽ ഇറ്റ് ഈസ് എ സൈക്കോ ത്രില്ലർ. ആസ് യൂഷ്വൽ അല്ല, ഇറ്റ് ഈസ് എ ഡിഫറെന്റ് തിങ്. അന്ന് നിങ്ങൾ പറഞ്ഞു കുറെ ഹിന്റ് തന്നിട്ടുണ്ട് അന്ന്. ലൈക്ക് അന്ന് ട്രെയിലർ ലോഞ്ചിൽ വന്നതാണ്. അപ്പം ഇന്ന് ലൈക്ക് സംഭവം മനസ്സിലായി, ഇത് സിമ്പിൾ അല്ല. ഇറ്റ് ഈസ് സംതിങ് മോർ. കമ്മിങ് ടു സെറീനാസ് പാർട്ട്, ലൈക്ക് എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് വാട്ട് ഈസ് യുവർ പോയിന്റ് ഓഫ് വ്യൂ? ഫസ്റ്റ് മൂവിയാണ്, ഇറങ്ങുന്ന ഫസ്റ്റ് മൂവിയാണ്, അഭിനയിച്ചതിൽ ഇറങ്ങുന്ന ആദ്യത്തെ മൂവിയാണ്. എക്സൈറ്റഡ് ആണ്. ഐ വുഡന്റ് സേ ഭയങ്കര തല ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന അങ്ങനെ ഓവർ ഹൈപ്പ് ചെയ്തിട്ട് നമുക്ക് പ്രശ്നമാവും. അതല്ല, നമ്മളൊരു ഫ്രഷ് പ്രൊഡക്ഷൻ, ഫ്രഷ് മൂവി,
ഒരുപാട് സിനിമയെ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് വന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരുടെ ഒരു സിനിമയാണ്. നല്ല രീതിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സോറി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ലൈക്ക് അന്ന് പറഞ്ഞത് ഹൈപ്പ് വേണം, പക്ഷെ ഹൈപ്പ് വേണം ലൈക്ക് എന്നാ ഞാൻ പറയുള്ളൂ. നമ്മൾ ഹൈപ്പ് ചെയ്താലും നമ്മൾ റിയാലിറ്റിയും കൂടെ മനസ്സിലാക്കണം അതിനകത്ത്. സോ നമുക്ക് എന്താണെങ്കിലും ഇതിനകത്ത് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക, എന്നാലേ നമുക്കും ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഞാൻ എന്റെ മിസ്റ്റേക്സ് എല്ലാം പഠിച്ച് കറക്റ്റ് ചെയ്ത് ബെറ്റർ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ ഈ പടത്തിലാണെങ്കിലും I'll have my own flaws and mistakes. I want to be criticized and be better. Exactly. Wishing you all the best. Thank you, thank you. പക്ഷെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബിഗ് ബോസിൽ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് പോലെ തന്നെ സീസൺ 5, 6, 7 എന്നുള്ളൊരു ക്രൗഡിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. How was Big Boss House? നിങ്ങൾ പോയപ്പോൾ എന്തായിരുന്നു? Oh, it was wonderful. അത് പ്രൊമോഷന്റെ ഭാഗമായി പോയതാണെങ്കിലും ആ ഒരു വീട്ടിലേക്ക് വീണ്ടും ഞാൻ സ്റ്റെപ്പ് ഇൻ ചെയ്തപ്പോഴത്തേക്കിന് ആ ഒരു ഫ്ലാഷ് ഓഫ് മെമ്മറീസ് ആണ്. ഹോംലി ഫീലിംഗ് പോലെ പണ്ടത്തെ ഭയങ്കര ആ ഒരു സംഭവം പിന്നെയും തിരിച്ചു വന്നു. ഭയങ്കര ഹാപ്പിയാണ്. Exactly. Nice. Anyways, all the best. And എല്ലാവരും ഫോട്ടോ anyways, take care. Thank you. അതെടുത്തോ, കിട്ടിയോ? കിട്ടി. Okay. മുള്ളംകൊല്ലി, മിഡ്നൈറ്റ് മുള്ളംകൊല്ലി അതെ. അപ്പോൾ കണ്ടു. ആസ് എ വ്യൂവർ പെർസ്പെക്റ്റീവ് സംഭവം ഒരു സൈക്കോ ത്രില്ലർ ആണ്. ഞാൻ ചോദിക്കാം, സിനിമ എങ്ങനെയുണ്ട്? സിനിമ അടിപൊളിയാണ്. അടിപൊളി എന്ന് പറയാൻ കാരണം വെച്ചാൽ അന്ന് ട്രെയിലർ ലോഞ്ച് വന്നപ്പോൾ പറഞ്ഞു ഹൈപ്പ് പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആക്ച്വലി ഇതിൽ ഹൈപ്പ് ഒക്കെ ഉണ്ട്. കുറെ ഹിഡൻ ജെംസ് പോലെ കുറെ സാധനം അവിടെ ഉണ്ട്. കാരണം സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ വീണ്ടും കുറെ ട്വിസ്റ്റ് വീണ്ടും ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പം ലൈക്ക് ആരാണ് ആക്ച്വലി ലൈക്ക് ബ്രോ ആണെങ്കിൽ ബ്രോനൊരു ആ ഒരു ലുക്ക് തന്നിട്ടുണ്ട്. അനക്ക് വന്ന മേ ബി പർപ്പസ്ഫുള്ളി ഡിഡ് ദാറ്റ്. പക്ഷേ ഈവൻ ദി അതർ ക്യാരക്ടേഴ്സ് ലൈക്ക് അറ്റ് ലാസ്റ്റ് അച്ഛനടുത്ത് വന്നപ്പോൾ അഗൈൻ ഇടലേക്ക് അയ്യോ ഇതെന്താ സംഭവം. അപ്പൊ കുറെ ട്വിസ്റ്റ് ഉണ്ട്. കുറെ പറയുന്നില്ല കേട്ടോ. കുറെ ലൈക്ക് മൂവി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവമാണ്. അഭിനയം അടിപൊളി. ഫസ്റ്റ് മൂവി ഓൺ സ്ക്രീൻ. ഫസ്റ്റ് മൂവി കറക്റ്റ്. പക്ഷേ ബിഗ് ബോസ് ആസ് യൂഷ്വൽ നമ്മൾ കണ്ടത് നിങ്ങൾ ആക്ച്വലി ബിഗ് ബോസ് ഹൗസ് പോയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അത് അടിപൊളിയായിരുന്നു. അത് ചോദിക്കേണ്ട കാര്യം. അത് അടിപൊളിയായിരുന്നു. ഞാൻ ബിഗ് ബോസ് കാണാത്തോണ്ട് എനിക്ക് പിന്നെ വലിയ പിടിയില്ല ഇതിനെ കുറിച്ചൊന്നും. എങ്ങനെ ബീങ് ഓൺ ബിഗ് സ്ക്രീൻ നിങ്ങളെ തന്നെ കണ്ടു? ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് വർഷത്തെ സ്വപ്നം, ചെറുപ്പം മുതൽ തുടങ്ങി സ്വപ്നമാണ്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ പോയി അങ്ങനെ ഞാൻ വളർന്നു വരുന്നു. ഇനിയും വളരാൻ ഒരുപാടുണ്ട്. അതിനകത്ത് ഇവിടെ വരെ എത്തി എന്നുള്ളതിൽ ഒരുപാട് പേരുടെ സ്വപ്നത്തിൽ ഞാൻ നിൽക്കുന്നു ഇവിടെ. അടിപൊളി. Thank you so much. And wishing you all the best. Thank you for future movies. ഇനിയും അടിപൊളി സമയം വരട്ടെ. ഇനിയും കാണാം. Thank you.